वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। नमः शिवाय। नर्मदे हर। നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ജവാദ്, പിന്നെ വരുന്നത് ഹരിചന്ദനം. നമ്മുടെ താന്ത്രികത്തിൽ, പ്രത്യേകിച്ച് സിദ്ധതാന്ത്രികത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഘടകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ജവാദും ഹരിചന്ദനവും. ആദ്യം നമുക്ക് ജവാദ്, നമുക്ക് ഇതേപോലത്തെ ഒരു ഡപ്പിയാണ് നമുക്ക് ജവാദ് നമ്മളിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ഈ പൂജാ സ്റ്റോറുകളിലൊക്കെ അവൈലബിളാണ് ജവാദ്. നല്ല വാസനയായിരിക്കും ജവാദ് എന്നുള്ള ഈ പൊടിക്ക്. ഈ പൊടി നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിലെടുത്തിട്ട് കുറച്ച് വെള്ളം തളിച്ചിട്ട് നല്ലവണ്ണം കശക്കി നമ്മൾ ശരീരത്ത് തേച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഉന്മേഷമായിട്ടുള്ള ഒരു സുഗന്ധമായിരിക്കും ഈ ഒരു ജവാദ് എന്ന് പറയുന്ന പൊടിക്ക്. ഇനി ഇതിൻ്റെ താന്ത്രിക പ്രയോഗങ്ങൾ, ഇപ്പോൾ തിരുപ്പതി അതേപോലത്തെ വലിയ ക്ഷേത്രങ്ങളിൽ ജവാദ് ചാർത്ത് എന്നുള്ള ഒരു അനുഷ്ഠാനമുണ്ട്. അതായത് ഭഗവാനെ സന്തോഷിപ്പിക്കുവാനും തണുപ്പ് നിലനിർത്തുവാനും ജവാദ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പൊടി, അതിൽ കുറച്ച് വെള്ളം തളിച്ച് നല്ലോണം കശക്കി നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആകെ നല്ല സുഗന്ധപൂരിതമാകും. അതുപോലെ നല്ല തണുപ്പും നമുക്ക് ഫീൽ ചെയ്യും. നല്ല ഒരു സ്പിരിച്വൽ സ്മെല്ലാണ് ജവാദിന്. അതേപോലെ തീർത്ഥം, അഭിഷേക സമയത്ത് തീർത്ഥത്തിൽ കുറച്ച് ജവാദിട്ട് കർപ്പൂരം ഇട്ട് ഭഗവാനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു റീഫ്രഷ് ആണ് അനുഭവപ്പെടുന്നതെന്നുള്ളതാണ്. കാരണം മൂർത്തിയെ സ്ഫുടമാക്കുക എന്നുള്ള കൺസെപ്റ്റാണ് ജവാദ് ചെയ്യുന്നത്. ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക്, യോഗ, ഇവരൊക്കെ ഈ ജവാദ് തേച്ച് കഴിഞ്ഞ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെ പോസിറ്റീവ്നെസ് പറയേണ്ട ആവശ്യമില്ല. കാരണം അത്ര കണ്ട് ഡീപ്പ് ബ്രീത്തിലേക്ക്, യോഗയിലേക്ക്, സമാധിയിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ സ്മെല്ല്. അതേപോലെ നമ്മൾ ഈ പറയുന്ന കുങ്കുമത്തിൽ ജവാദ് തേച്ച് കഴിഞ്ഞ് കുറച്ച് നെയ്യിൽ ചാലിച്ച് നമ്മൾ കുറിയായിട്ട് തേച്ച് കഴിഞ്ഞാൽ ആകർഷണമെന്ന തത്വമാണ് ഇതിനുള്ളത്. ഇപ്പോൾ 4 ആൾ കൂടെയുള്ള സ്ഥലത്ത് നമ്മൾ ഈ ഒരു തരത്തിൽ കുറിയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിലേക്ക് പ്രത്യേകിച്ച് എല്ലാവരും ആകർഷിക്കപ്പെടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. പ്രത്യേകിച്ച് ആകർഷിക്കപ്പെടും. കാരണം ഇതിൻ്റെ മണം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും. നല്ലൊരു സുഗന്ധമായിരിക്കും. ഇപ്പം നമ്മൾ ലേപനമായിട്ട് ചന്ദനം, അതേപോലത്തെ ഊത് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമെങ്കിലും ജവാദ് തേച്ച് നമ്മൾ 4 ആളുടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അട്രാക്ഷൻ ഒന്ന് വേറെ തന്നെയാണ്. കലശം നമ്മൾ പൂജിക്കുമ്പോൾ ജവാദ് തേക്കാറുണ്ട്. ജവാദ് തേച്ച് കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി നമുക്ക് ബാധിക്കില്ല. ഇപ്പോൾ നമ്മൾ എത്രയോ പേരെ ദിവസവും മീറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരിലുള്ള നെഗറ്റീവ് നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ബോഡിയിൽ രാവിലെ തേച്ചതിന് ശേഷം പുറത്ത് ഇറങ്ങുന്നത് എന്തുകൊണ്ടും
നല്ലതായിരിക്കും. കാരണം ഇതിന് നെഗറ്റീവിനെ അകറ്റുവാൻ നല്ല കഴിവുണ്ട്. അതേപോലെ നമ്മൾ ഓഫീസ് ഏരിയ, പണം സൂക്ഷിക്കുന്ന ഏരിയയിലൊക്കെ നമ്മൾ ജവാദ് ഇത്തിരി വെള്ളത്തിൽ കലക്കി തളിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം, ലക്ഷ്മി എപ്പോഴും നമ്മളുടെ ഗൃഹത്തിൽ അതേപോലെ ഓഫീസിൽ നിലനിൽക്കും. ഇപ്പോൾ പണം വെക്കുന്ന സ്ഥലത്തൊക്കെ ഈ ജവാദ് നമ്മൾ ജസ്റ്റ് കുറച്ച് വെള്ളത്തിൽ കലക്കി തളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ജവാദ് ഇപ്പോൾ ഞാൻ ഈ ജവാദിനെ പറ്റി 4 വർഷം മുമ്പ് ഇട്ട വീഡിയോ ആണ്. പക്ഷേ പുതിയ വ്യൂവേഴ്സ് അവർക്ക് ഈ കാര്യം അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് വഴി പറയുന്നത്. ഈ ജവാദ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. അതായത് ഇതിന് വേണ്ടത് രാമച്ചം, പച്ചക്കർപ്പൂരം, അതേപോലെ ഏലയ്ക്ക, ചന്ദനം, മഞ്ഞൾ, അതേപോലെ കറുവാപ്പട്ട. ഇത് നല്ലോണം പൊടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ജവാദ് എന്ന് പറയുന്നത്. നല്ല സ്മെല്ലായിരിക്കും. സാധാരണ ഇത് വീട്ടിൽ ഉണ്ടാക്കാൻ ആരും അറിയത്തില്ല, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും കടകളിൽ ചെന്ന് മേടിക്കാറാണ്. പക്ഷേ നമ്മൾ കടകളിൽ ഈ പറയുന്ന ഈ കുപ്പിയിൽ കിട്ടുന്നത് നമുക്ക് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ മണം. അത് കഴിഞ്ഞാൽ ആ മണം പോയി. കാരണം ഇത് ഫ്രേഗ്രൻസ് ആയിട്ടുള്ള കെമിക്കൽ ഇട്ടുള്ള ആയിരിക്കും ഈ ജവാദുകൾ. അപ്പോൾ നമുക്ക് നാച്ചുറലി വീട്ടിലുണ്ടാക്കാവുന്ന കാര്യമാണ്, ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. രാമച്ചം, ചന്ദനം, മഞ്ഞൾ, ഏലയ്ക്ക, പിന്നെ ഈ പറയുന്ന കറുവാപ്പട്ട, പിന്നെ ഇത്തിരി പച്ചക്കർപ്പൂരം ഇട്ടുക. അത് നല്ല രീതിയിൽ പൊടിച്ച് പൗഡർ പരുവത്തിലാക്കി നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഡപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങോളം നമുക്ക് ദിവസവും കുറച്ചായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ജവാദിൻ്റെ ഇൻഗ്രീഡിയൻസും ബെനിഫിറ്റ്സും ഞാൻ പറഞ്ഞു. ഇനി വരുന്നത് ഹരിച്ചന്ദനം. ഹരിച്ചന്ദനം എന്ന് പറഞ്ഞാൽ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചന്ദനമാണ്, ലേപനമാണ് ഈ പറയുന്ന ഹരിച്ചന്ദനം. ഇത് നോർമലി വിഷ്ണു പ്രാധാന്യം അർഹിക്കുന്ന, അതേപോലെ ശിവലിംഗത്തിൽ നമുക്ക് ഹരിച്ചന്ദനം തേക്കാം. ഇപ്പോൾ സാധാരണ തുളസി നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലൊക്കെ പെട്ടെന്ന് തുളസി കിട്ടാൻ വഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് സാളഗ്രാമങ്ങളൊക്കെ ഉപാസിക്കുന്നവർക്ക് തുളസി പ്രാധാന്യമായിരിക്കും എല്ലാ ദിവസവും. പക്ഷേ തുളസി നമുക്ക് കിട്ടുന്നില്ല, അവൈലബിലിറ്റി ഇല്ല എങ്കിൽ ഈ പറയുന്ന ഹരിച്ചന്ദനം തേച്ചാൽ മതി. തുളസി വെച്ച പ്രയോജനം നമുക്ക് കിട്ടും. എങ്ങനെയാണ് ഈ ഹരിച്ചന്ദനം ഉണ്ടാക്കുന്നത്? അതായത് നമ്മൾ ഉണങ്ങിയ തുളസി ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഉരച്ച് ചന്ദനം നമ്മൾ ഉണ്ടാക്കില്ലേ, അതേ തരത്തിൽ നല്ലോണം കൊഴുപ്പ് രൂപത്തിൽ അരച്ച് അതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾ പൊടിയായിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം അത് ഉപയോഗിക്കാം. ഇപ്പോൾ ഭഗവാന് അഭിഷേകം ചെയ്യുന്ന തീർത്ഥത്തിൽ ഇതിടും. പിന്നെ നമ്മൾ ചമ്മന്തി പരുവത്തിലാക്കി ഭഗവാന് കുറിയും തേക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് തുളസി വെക്കേണ്ട ആവശ്യം വരത്തില്ല. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ലേപനമാണ് ഹരിച്ചന്ദനം. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ജവാദ് നോർമലി താന്ത്രിക ക്രിയകളിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ കലശം വെക്കാനും, അതേപോലെ ഭഗവാന് ലേപനം ചെയ്യാനും, ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന തീർത്ഥത്തിലിടാനും, അതേപോലെ നമ്മുടെ നല്ല അഭിവൃദ്ധി എന്നുണ്ടാവുന്ന സ്ഥലങ്ങൾ, അതായത് നമ്മുടെ ഓഫീസ്, അതേപോലെ അലമാരയിലൊക്കെ ജസ്റ്റ് ജവാദ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ, അതേപോലെ ഞായർ ദിവസങ്ങളിൽ തളിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ, അതായത് ജവാദ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നെഗറ്റിവിറ്റി അടുപ്പിക്കത്തില്ല, അട്രാക്ഷൻ കൂടുതൽ ഉണ്ടാകുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ജവാദ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സിദ്ധന്മാർക്ക് ഈ ജവാദിൻ്റെ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും എനർജി പോയിൻറ്റ്സുകളിൽ ഇരിക്കുകയാണെങ്കിൽ സിദ്ധന്മാരുടെ പ്രസൻസ് അവരറിയിക്കുന്നത് ഈ പറയുന്ന ജവാദിൻ്റെ മണം, വിഭൂതിയുടെ മണം,
മുല്ലപ്പിച്ചിയും മണം, ഈ മണങ്ങൾ നമ്മൾക്ക് സെൻസ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ സിദ്ധന്മാർ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ജവാദിൻ്റെ മണമാണ് നമുക്ക് കൂടുതൽ മണത്തറിയാൻ പറ്റുക. കാരണം അത്ര കണ്ട സിദ്ധന്മാർ തൻ്റെ താന്ത്രികത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ് ജവാദ്. അപ്പോൾ പുതിയ വ്യൂവേഴ്സിന് ജവാദിൻ്റെ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് അത് വീഡിയോയുടെ താഴെയാണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും എനിക്ക് അതിൽ 10 മടങ്ങ് സന്തോഷമാണ് ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ ഓരോ സപ്പോർട്ടിങ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഹൃദയപൂർവ്വമായിട്ടുള്ള സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ ഹർ. शमस्वत्वं शेषशैलशिखामणे